ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. ഇന്ന് ഞാനിവിടെ ഒരു ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഒരു 6 ബദാമും അതുപോലെ 6 നട്ട്സും വെള്ളത്തിൽ കുതിർത്തി വെച്ചതായിരുന്നു. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇനി ഒരു പിടി പുതിന ഇല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഗ്രീൻ കളർ ആവുന്നത് പുതിനയും മല്ലിയിലയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ്. നമ്മൾ മുളക് പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി വെക്കണം. നമുക്ക് കുറഞ്ഞതൊരു മണിക്കൂറെങ്കിലും, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മളിതിൽ വെക്കണം. നമുക്കിത് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 1 മണിക്കൂറെങ്കിലും വെക്കണം. ഞാനിവിടെ 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെക്കാം. അത് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 4 പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 വലിയ സവാള ചേർത്ത് കൊടുക്കാം. സവാള അതുപോലെ നൈസായി കട്ട് ചെയ്തതാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഗ്രീൻ ചിക്കൻ എല്ലാവരും ഓരോരോ ടൈപ്പിലായിരിക്കും വെക്കുക. ഞാനിത് എൻ്റെ രീതിയിൽ ഞാൻ വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഓരോരോ പീസായി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ പീസും നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനിലെ ആ പേസ്റ്റും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. 20 മിനിറ്റെങ്കിലും നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കനിലെ ഗ്രേവിയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ചിക്കനിലെ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവി ആവശ്യമുണ്ടല്ലോ, അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ച് കുറുകി വരുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.